നാടകത്തെപ്പറ്റി രണ്ട് വാക്ക്. വിഖ്യാത നോവലായ MTയുടെ രണ്ടാം ഊഴം വായിച്ചപ്പോഴുണ്ടായ പ്രചോദനമാണ് ഈ നാടകത്തിൻ്റെ രചന. സ്വതന്ത്രമായ കാഴ്ചപ്പാടോടെയാണ് ഈ നാടകം രചിച്ചത്. മഹാഭാരതത്തെ പഠനവിധേയമാക്കിയപ്പോൾ പല കാണ്ഡങ്ങളിലും അപൂർണമായ ചില സത്യങ്ങളുണ്ടെന്ന ഒരു തോന്നൽ. അത് നിഗമനങ്ങൾ മാത്രം. അന്നത്തെ ഗോത്രാചാരം പലയിടത്തും ലംഘിക്കപ്പെട്ടതായി കാണുന്നു. മഹാഭാരത യുദ്ധത്തിന് ശേഷം 13 ദിവസം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ എന്ന നിഗമനം, 13 വർഷം ഭരിച്ചു എന്ന മറ്റൊരു നിഗമനം, അതല്ല 36 വർഷം ഭരിച്ചു എന്ന വേറൊരു നിഗമനം. കണ്ടെത്താത്ത കുറേ ദുരൂഹതകളും. ഇത് എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ മാത്രം കടന്നുപോകുന്ന ഒരു നാടകമാണ്. ഭൂതകാല യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവും ഈ നാടകത്തിനില്ല. സ്വർഗാരോഹണ കൊടുമുടിയിൽ മരണം കാത്തുകിടക്കുന്ന ദ്രൗപദിയും ദ്രൗപദിക്ക് കാവലിരിക്കുന്ന ഭീമന്റെയും ഓർമ്മകളിലൂടെയാണ് ഈ നാടകം കടന്നുപോകുന്നത്. നിങ്ങളേവരുടെയും അനുഗ്രഹാശിസോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഭീമപർവം. രചന സംവിധാനം ദാമു കോറോത്ത്. വെള്ളിക്കുലുസുകളുടെ പദവിന്യാസം കേൾക്കുന്നില്ല. ഹിമക്കാറ്റിൽ ഒഴുകിയെത്തുന്ന മാദകഗന്ധവും കാൽത്തളകളുടെയും കൈവലകളുടെയും മർമ്മരം നിലച്ചുപോകും. എവിടെയവൾ? എവിടെ എൻ്റെ നിത്യ കല്യാണി? പിന്നിട്ട വീതിയിലേക്ക് തിരിഞ്ഞു നോക്കരുത്. സുഖദുഃഖങ്ങൾ വെടിഞ്ഞ് മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറുക. എവിടെ നിന്നാണ് ഈ ശബ്ദം? തമസാണ് ചുറ്റിലും. ഒന്നും കാണുന്നില്ല. അഗ്നിയിൽ നിന്നും ജനിച്ചവളെ, നീ എവിടെ? ഏതിരുട്ടിൻ്റെ കയങ്ങളിൽ നീ മറഞ്ഞു? ഭീമ, പരിവേദനങ്ങളോട് വിട പറയൂ. സ്വർഗാരോഹണത്തിൻ്റെ സമയം അടുക്കുന്നു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് ഓർക്കുക. സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണെന്നറിയുക. അഭൗമികളായ സാർത്തന്മാരെ, നിർത്തൂ പ്രവചനങ്ങൾ. സംഭവിച്ചതെല്ലാം നിരർത്ഥകമാണ്. വർത്തമാനകാലത്തിൻ്റെ ചിതൽപ്പുറ്റിൽ ആരോ മറന്നു വെച്ചുപോയ ശ്രാദ്ധപിണ്ഡങ്ങൾ. അതോർത്ത് നിസ്സംഗതനാവാൻ ഞാൻ ദൈവമല്ല, വെറുമൊരു മനുഷ്യൻ മാത്രം. എവിടെ അവൾ? ഇരുട്ടെ വഴിമാറുക. എവിടെ എൻ്റെ ദ്രൗപദി? എഴുന്നേൽക്കൂ. വയ്യ, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നിന്റെ ഗർജനം കൊണ്ട് കാലത്തിൻ്റെ സഞ്ചാരപഥങ്ങളെ മാറ്റാൻ കഴിയില്ല. കാലമെന്നത് കർമ്മകാണ്ഡങ്ങളുടെ ശിരോലിഖിതമാണ്. യാഗാഗ്നിയിൽ ജനിച്ചവളാണ് ഈ കൃഷ്ണ. മരണവും അവളുടെ ജന്മജാതകത്തിൽ കുറിച്ചിട്ടുണ്ട്. ഒരു വാദപ്രതിവാദത്തിന് എനിക്ക് സമയമില്ല. വഴിമാറുക ഞങ്ങളുടെ സഞ്ചാരപഥത്തിൽ നിന്ന്. വിധി അതിൻ്റെ പ്രയാണത്തിനൊത്തു നടക്കട്ടെ. ഞാൻ എന്തിനുപാസകനാകുന്നു? കേൾക്കുന്നില്ലേ നീ? മന്ത്രധ്വനികളും ഓങ്കാരവും. ഹോമകുണ്ഡങ്ങളിൽ നിന്ന് അവിസ് ഭക്ഷിച്ച് ആകാശത്തെ ചുംബിച്ച് കടന്നുപോകുന്ന അഗ്നിജ്വാലകളെയും മന്ത്രാക്ഷരി ജപത്തെയും നീ അറിയുന്നില്ലേ? ഞാൻ അറിയുന്നു എല്ലാം. സപ്തനാഡികളും തകർന്ന് മരണത്തിൻ്റെ മാസ്മരികതയും ഞാൻ അറിയുന്നു. അങ്ങ് പടിക്കെട്ടുകൾ കയറുക. മുമ്പേ നടന്നവരൊക്കെ സ്വർഗത്തിലെത്തിക്കാണും. വൈകിയാൽ ഇരിപ്പിടം പോലും. ഞാൻ എന്നും പിന്തള്ളപ്പെട്ടിട്ടേയുള്ളൂ കൃഷ്ണേ. എനിക്ക് വേണ്ട കാൽപ്പനികതയുടെ ഒരു സിംഹാസനവും. മുന്നിൽ നടന്ന് മറ്റുള്ളവർക്ക് വഴിയൊരുക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ.
കടന്നുപോയവരും വരാനുള്ളവരും ദൈവജ്ഞർ. ഞാനോ വെറുമൊരു മനുഷ്യൻ. കൃഷ്ണേ, നീ ഉള്ളിടമാണ് എൻ്റെ സ്വർഗം, അവിടെയാണ് എൻ്റെ സിംഹാസനവും. വിഡ്ഢിയായ ഒരു യോദ്ധാവാണ് നിങ്ങൾ. സ്നേഹവും പ്രണയവും നൽകുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വെറുത്തിട്ടേയുള്ളൂ. അറപ്പായിരുന്നു എനിക്ക് നിങ്ങളെ കാണുമ്പോൾ. പ്രണയമോ സ്നേഹവാത്സല്യമോ എനിക്കില്ലായിരുന്നു. അറിയാമായിരുന്നു കൃഷ്ണേ വെറുപ്പിൻ്റെ കാഠിന്യം. നീ എന്നെ വെറുക്കും തോറും എന്നിൽ പ്രണയത്തിൻ്റെ സൗഗന്ധികങ്ങൾ പൂക്കുകയായിരുന്നു. എൻ്റെ രൂപഭാവങ്ങൾ കണ്ട് ഇരുട്ടിൽ പോലും നീ നടുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ഒരുപക്ഷേ കാലത്തിൻ്റെ താപസപ്പുരയിലെ കാട്ടാള ജന്മമായിരിക്കാം എൻ്റേത്. അങ്ങ് വികാരത്തിന് അടിമയാകരുത്. മരണത്തിൻ്റെ സൗഹൃദഭാവങ്ങൾ ഞാൻ അറിയുന്നു കൃഷ്ണേ. ഈ ഹിമത്താഴ്വരയിൽ മരണവുമായി സമരസപ്പെടുമ്പോൾ വികാരവിക്ഷോഭങ്ങൾക്കിവിടെ പ്രസക്തിയുമില്ല. എങ്കിലും ഞാൻ അറിഞ്ഞിരുന്നു എന്നെ. അന്തഃപുരങ്ങളിലും ദാസപ്പുരകളിലും ദേവദാസി തെരുവുകളിലും ഞാൻ അപഹാസ്യനാവുകയായിരുന്നു എൻ്റെ ഈ ഭീകരമായ കാട്ടാള ജന്മം കൊണ്ട്. അതെൻ്റെ വിധി. ചിതപ്പറമ്പിൽ പോലും എന്നെ അത് വേട്ടയാടും. എല്ലാത്തിനും കാരണക്കാരി ഞാനായിരുന്നു. 18 അക്ഷൗണികളും തകർന്ന് കബന്ധങ്ങൾ ഉന്മാദ നൃത്തമാടിയ യുദ്ധഭൂമിയെ രക്തനിലമാക്കി മാറ്റിയ മഹായുദ്ധപർവത്തിന് കാരണം എൻ്റെ അഹന്തയായിരുന്നു. അതിനാൽ തന്നെ എന്നെ ഓർത്ത് വ്യഥ വേണ്ട. എനിക്ക് യാത്രാമൊഴിയേകിയാലും യുവരാജാവിൻ്റെ സിംഹാസനം ഒഴിച്ചിട്ടിട്ടുണ്ടാവാം. വൈകിയാൽ യുധിഷ്ഠിരനെ അനുധാവനം ചെയ്ത മൃഗം ചിലപ്പോൾ... കൃഷ്ണേ, നീയൊരു നിമിത്തം മാത്രം. പിറവികളും മരണങ്ങളും കാലപ്രവാഹത്തിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ നീയില്ലാതെ എനിക്ക് യാത്ര തുടരാനാവില്ല. എന്നെ ഈ വഴിത്താരയിൽ വിട്ട് അങ്ങ് പോവുക. എൻ്റെ കർമ്മകാണ്ഡം ഇവിടെ അവസാനിക്കും. അതെൻ്റെ ജന്മനിയോഗമാണ്. ഞാൻ ഏറെ സ്നേഹിച്ച, എന്നെ ഏറെ മോഹിച്ച അർജുനൻ പോലും സ്വർഗസിംഹാസനത്തിൽ ഉപവിഷ്ടനായി കാണും. ഞാൻ വെറുപ്പോടെ മാത്രം കണ്ട നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങേ. ഞാൻ വിചാരങ്ങളും വികാരങ്ങളും ദുഃഖവും സന്തോഷവും സംഘർഷവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ. യുധിഷ്ഠിരനെ പോലെ ധർമ്മിഷ്ഠനല്ല ഞാൻ. അർജുനനെ പോലെ വരസിദ്ധി നേടിയിട്ടില്ല ഞാൻ. നകുലനെ പോലെ അശ്വഹൃദയം പഠിച്ചിട്ടില്ല ഞാൻ. ഗോളാന്തരങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചാലിക ശക്തി അറിയാൻ ഞാൻ സഹദേവനുമല്ല. കൊന്നൊടുക്കുകയായിരുന്നു ഞാൻ. ഒരു ശാപത്തെയും ഭയക്കാത്ത രാക്ഷസനായി. അപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രേമസംഗീതമായി നീ ഉണ്ടായിരുന്നു. അപരാധത്തിന്റെ അശ്രുകണികയാൽ മരണത്തിൻ്റെ അവസാന കൽപ്പടവുകളിലെങ്കിലും തോന്നിയല്ലോ കൃഷ്ണേ നിനക്കെന്നോട് ഇത്തിരി സ്നേഹം. ഈ ഹിമക്കാറ്റിൽ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന സുഗന്ധം. ഹിമാലയത്തിന്റെ ഏതോ ദുർഘടമായ മലമടക്കിൽ സൗഗന്ധികം പൂത്തിരിക്കാം. ഈ നീലരാവിന്റെ മാറിൽ ചിരിച്ചുല്ലസിക്കുന്ന നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി നമുക്ക് സ്വപ്നങ്ങളെ തേടാം. ദേവദാരുക്കൾ പൂത്തുലയുന്ന ഈ ദേവയാഗയജ്ഞഭൂമിയിലൂടെ പ്രേമസൗഗന്ധികങ്ങൾ പൂത്തുലയുന്ന സരസ്വതി നദീതീരത്ത് മണൽപ്പരപ്പിലൂടെ സ്വപ്നരഥത്തിലേറി നമുക്ക് പറക്കാം ഹസ്തിനിപുരിയിലേക്ക്, ഭീമനെന്ന കാട്ടാള ജന്മത്തിന്റെ ജന്മജാതകം തേടാൻ. അലയുകയാണ് ഞാൻ ദാഹജലത്തിനായി. എവിടെയാണ് ആ നീരുറവ? അമ്മയും സഹോദരങ്ങളും ദാഹജലത്തിനായി കാത്തിരിക്കുന്നു. ആരാണ് നീ?
ഇരുട്ടിന്റെ നിഴൽ വീണ ഈ ആരണ്യകങ്ങളിൽ അലയുന്നതെന്തിന്? നീ ആര്? ഗന്ധർവകന്യകയോ അതോ നിശാചരിയോ? കാടിന്റെ വിജനതയിൽ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടപ്പോൾ അങ്ങ് എന്തിനു ഭയപ്പെടുന്നു? ഭയമെന്ന വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. മതയാനയെപ്പോലും ഒറ്റക്കൈ കൊണ്ട് അമ്മാനമാടുന്ന ഹസ്തിനിപുരിയിലെ യുവരാജാവാണ് ഞാൻ, ഭീമസേനൻ. എന്റെ മാതാവും സഹോദരങ്ങളും ദാഹജലത്തിനായി കാത്തിരിക്കുകയാണ് തൊട്ടപ്പുറത്ത്. ഹസ്തിനപുരിയിലെ രാജാവും അമ്മ മഹാറാണിയും ദാഹജലത്തിനായി അലയുന്നോ? പാണ്ഡവർക്ക് എന്തു പറ്റി? രാജ്യത്ത് നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടോ? സുന്ദരി, പരിഹസിക്കേണ്ട. വർണ്ണാവതത്തിൽ ഉത്സവ കാഴ്ചകൾ കാണാൻ വന്നതാണ് ഞങ്ങൾ. ഉത്സവം കാണാനോ? നല്ലതു തന്നെ. പക്ഷേ വരണാവതം വളരെ അകലെയാണല്ലോ. നിങ്ങളിവിടെ ഈ കൊടുംവനത്തിൽ? ദുര്യോധന്റെ ഒരു ചതിയായിരുന്നു അത്. സഹൃദയത്തിലൂടെ നിഷ്കാസനം ചെയ്യുക എന്ന കുരുവംശത്തിന്റെ പുതിയ ഭരണശാസ്ത്രം. ഞങ്ങൾ 6 പേരെയും തീക്കൊളുത്തിക്കൊന്നെന്ന വിശ്വാസത്തോടെ കൗരവർ ചിരിക്കുന്നു. അരക്കില്ലം വെന്തുരുകുമ്പോൾ മരിക്കാതെ നിങ്ങൾ? ഞാൻ തീക്കൊളുത്തി അരക്കില്ലത്തിന്. ഭിക്ഷാടനത്തിന് വന്ന ഒരു കാട്ടാളത്തിയും 5 മക്കളും അരക്കില്ലത്തിൽ വെന്തുരുകുമ്പോൾ കത്തിപ്പടരുന്ന അഗ്നിജാലകൾക്ക് അപ്പുറം വിതരരുടെ പിഴക്കാത്ത തത്വശാസ്ത്ര നിർമ്മിതമായ ഗുഹകളിലൂടെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കുരുവംശത്തിലെ നാണം കെട്ട ഭീരുവായ രാജകുമാരാ, ഇതാണോ ക്ഷാത്രധർമ്മം? അശരണരായ ഭിക്ഷാന്തേഹികളെ അരക്കില്ലത്തിലിട്ട് ശവദാഹം നടത്തിയിട്ട് ഒരു ജേതാവിനെ പോലെ. ശക്തർ നിസ്സഹായരെ കൊന്നൊടുക്കും. അതൊരു പുതിയ നീതിശാസ്ത്രമല്ല. ചേത്തിന് അന്യമാണ് ദുഃഖവും കണ്ണുനീരും. കൊന്നു തിന്നേണ്ടതാണ് നിന്നെ ഞാൻ. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. കണ്ട മാത്രയിൽ ഞാൻ അങ്ങയിൽ അനുരക്തയായിപ്പോയി. അപ്പോൾ നീ മായാവിയായ? ഞാൻ കാനന സുന്ദരി, ഹിഡംബൻ എന്ന ഘോര രാക്ഷസന്റെ സഹോദരി, ഹിഡംബി. നിശാചരി, ഭീമൻ ആരാണെന്നറിയാത്ത നിന്റെ ദൗർബല്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാഞ്ഞിട്ടല്ല, നീയൊരു പെണ്ണായിപ്പോയി. നിന്നെ കൊന്ന് ശരീരം കൊണ്ടു കൊടുക്കാനാണ് ജ്യേഷ്ഠന്റെ കൽപ്പന. വിശന്ന് കാത്തിരിക്കുകയാവും പാവം. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ അങ്ങയിൽ അനുരക്തയാണ്. എന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. നടക്കാത്ത സ്വപ്നം. നീ കാമാസക്തയായ ഒരു നിശാചരി. പ്രണയ പാരവശ്യത്തോടെ ഒരു യുവതി ശയ്യാവലംബയാവാൻ ക്ഷണിക്കുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്ന നിങ്ങൾ ഒരു ഷണ്ഠനാണെന്ന് ഞാൻ പറഞ്ഞാൽ? എവിടെ എന്റെ പ്രിയപ്പെട്ട ഭോജനം? കൊല്ലിവനെ, എനിക്ക് തിടുക്കമായി ഇവനെ ഭക്ഷണമാക്കാൻ. ജ്യേഷ്ഠ, ഇത് പാണ്ഡവരിൽ രണ്ടാമൻ. ഞാൻ ഇയാളിൽ അനുരക്തയാണ്. ഇരയെ കാമിക്കുന്ന കുലദ്രോഹി, നിന്നെ ഞാൻ കൊല്ലും. നരഭോജിയായ രാക്ഷസ, അബലകളോടല്ല നിന്റെ പരാക്രമം വേണ്ടത്. എന്നോട് ഏറ്റുമുട്ടു. ഈ വരണാവതത്തിലെ നിഷാദഭൂമിയിൽ എന്നോട് ഏറ്റുമുട്ടിയവരാരും ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ഇനി തിരിച്ചു പോവുകയുമില്ല. കഴുകന്മാരെ, കുറുനരികളെ, കൊണ്ടുപോയിക്കൊള്ളൂ ഈ നിശാചരനെ നിങ്ങളുടെ ഭിക്ഷാപാത്രത്തിലേക്ക്.
പുത്ര, എന്നെ കൈവെടിയരുത്. നിരാലംബയായ എന്നെ ജ്യേഷ്ഠന്റെ മരണത്തിന് കാരണക്കാരിയെന്ന് മുദ്രകുത്തി കുലക്കാർ എന്നെ പച്ചയോടെ തിന്നും. എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. അമ്മയും സഹോദരങ്ങളും കാത്തിരിക്കുകയാണ് എന്നെ. ഭീമൻ തിരിച്ചു വരും, കാത്തിരിക്കുക. പ്രേമദാഹാർദ്രത കൊണ്ട് ഞാൻ അവശയാണ്. വരണം, കാത്തിരിക്കാം ഞാൻ ഈ നിശാഗന്ധി പൂമരച്ചോട്ടിൽ. എന്റെ ജന്മം ധന്യമായി. മഞ്ഞുകണികകൾ പുഷ്പതലങ്ങളെ ചുംബിച്ച് കടന്നു പോകുന്നു. മാഗന്ധകങ്ങൾ പൂത്തുലഞ്ഞ് നീലയാമങ്ങളിൽ ചന്ദ്രികയിൽ അലിഞ്ഞു ചേരുന്നു. പ്രണയക്കുലുകൾ പാട്ടുനിർത്തി ദേവദാരുവിൻ ചില്ലയിൽ സുഖനിദ്രയിൽ ലയിക്കുന്നു. സുന്ദരി, ഞാൻ അറിയുന്നു നിന്റെ നീലമിഴികളിലെ തിളക്കം, ഇലഞ്ഞിപ്പൂവിൻ്റെ മാദഗന്ധം പരത്തുന്ന നിന്റെ മെയ്യഴക്, സമാഗമത്തിൻ്റെ സൗന്ദര്യം എൻ്റെ സിരകളെ തൊട്ടുണർത്തുന്നു. പ്രിയേ, വരൂ വരൂ. ഒരു
എന്റെ ജന്മനിയോഗം പൂർത്തിയായി. അങ്ങയിൽ നിന്ന് എനിക്കൊരു പുത്രൻ പിറന്നു. ജന്മവേളയിൽ തന്നെ അവൻ പർവ്വതം പോലെ വളർന്നു. ഞാൻ സന്തുഷ്ടയായി. ആസക്തി കൊണ്ടല്ല നിന്നെ ഞാൻ പ്രാപിച്ചത്. ദുര്യോധനും ദുശാസനനും ഗടികത്തെരുവിലെ നപുംസകങ്ങൾ പോലും ഷണ്ഡനെന്ന് മുദ്രകുത്തി എന്നെ അപമാനിച്ചു. ഒടുവിൽ നീയും. ഞാൻ ഷണ്ഡനല്ല എന്ന് തെളിയിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. ഭീമ, നിർത്തൂ നിന്റെ രൗദ്രഭാവം. ഈ പിറവി യുഗത്തിൻ്റെ അനിവാര്യതയാണ്. വരാൻ പോകുന്ന ദുർനിമിത്തങ്ങൾക്ക് ഒരു സാക്ഷി. എവിടെ നിന്റെ മകൻ? ഞാനൊന്ന് ഗണിക്കട്ടെ അവൻ്റെ ജന്മനിയോഗം. അങ്ങയുടെ ദാനമാണ് എൻ്റെ ഈ ജന്മം. ഞാൻ എന്താണ് അച്ഛന് വേണ്ടി ചെയ്യേണ്ടത്? ഘടം പോലെ തലയുള്ളവൻ, ഘടോത്കജൻ, യുഗാന്ത യുദ്ധത്തിൻ്റെ ഗതി പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ. അനുഗ്രഹിച്ചാലും ഇനി ഞാൻ എന്തു ചെയ്യണം? കുലം എന്നെ വേട്ടയാടും. ജ്യേഷ്ഠനെ കൊല്ലിച്ചെന്ന കുറ്റം ചാർത്തി. ആസക്തിക്ക് മുമ്പിൽ രക്തബന്ധത്തെ വിച്ഛേദിച്ചവളാണ് നീ. മരണം അത് അവൻ്റെ വിധി. ജനിമൃതികളുടെ തടവറയാണ് ജീവിതമെന്ന് നീ അറിയുക. നിന്റെ യാത്രയിൽ വിധിക്കൊപ്പം നിഴലായി ഉണ്ടാകും ഘടോത്കജൻ. ആദ്യാനുരാഗത്തിന് അഗ്നിച്ചിറകേകിയ സുന്ദരി, സംഭവിക്കേണ്ടതെല്ലാം കാലാകാലത്തിൽ സംഭവിക്കുമെന്ന ഋഷിവചനത്തോടെ നമുക്ക് പിരിയാം. ഭീമ, പരിവേദനങ്ങളോട് വിട പറയുക. വർത്തമാനകാലത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് മടങ്ങുക. എൻ്റെ മകനെയൊന്ന് ആശ്ലേഷിക്കാൻ പോലും കഴിയാത്ത എൻ്റെ വിധിയെ. ഇതൊരു മുന്നൊരുക്കം മാത്രം. മഹാദുരന്തങ്ങൾ ഇനിയും വന്നു ചേരും. നിറദീപം കത്തിയെരിഞ്ഞാൽ ഇരുട്ടാണെന്നോർക്കുക. എന്തുപറ്റി അങ്ങേക്ക്? അസ്വസ്ഥനാണെന്ന് ഞാൻ അറിയുന്നു. ഓർമ്മകളെ തലോടാതിരിക്കുക. മരണം ആസന്നമായിരിക്കുന്നു. എല്ലാ പാപഭാരങ്ങളും ഏറ്റെടുക്കുന്നു. പാപം ചെയ്ത ദൈവജ്ഞർ പരിശുദ്ധർ. ജ്യേഷ്ഠനായ കർണനെയും വയോധികനായ പിതാമഹനെയും കൊന്ന പാപം കഴുകിക്കളഞ്ഞു. സദോപത്തടാകത്തിൽ മുങ്ങി നിവർന്ന് അർജുനൻ. ദ്രോണാചാര്യരെ ചതിയിലൂടെ മൈനിയാക്കി വധിച്ച യുധിഷ്ഠിരൻ ധർമ്മജ്ഞൻ. പാപമോക്ഷമില്ലാത്തത് എനിക്ക് മാത്രം. കാമക്രോധ മോഹങ്ങളെ ജയിക്കാത്തവനാണല്ലോ ഞാൻ. അങ്ങ് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. അങ്ങയിലെ നന്മയെ കണ്ടെത്താൻ കഴിയാത്തതാണ് എൻ്റെ തെറ്റ്. ഈ ഇടനാഴിയിൽ മരണത്തിൻ്റെ ഓട്ടുമണിക്കിലുക്കത്തിൽ എൻ്റെ ജീവന്റെ പിടച്ചിൽ ഞാൻ തിരിച്ചറിയുന്നു. മരണം കയറി വരുന്ന ഈ ഇടിഞ്ഞ കൽപ്പടവുകളുടെ മർമ്മരം ഞാൻ അറിയുന്നു. തിരിച്ചറിയുന്നു ഞാൻ എൻ്റെ തെറ്റുകൾ. ഈ പാപിയായ എനിക്ക് കാവലിരിക്കാതെ, പരാജിതനാവാതെ അങ്ങ് പടിക്കെട്ടുകൾ കയറുക. ഞാനെന്നും പരാജിതനായിരുന്നു. സ്നേഹത്തിനു വേണ്ടി യാചിച്ചവൻ, ദുഃഖത്തിന്റെ മുമ്പിൽ നിസ്സംഗനായവൻ, അബലകൾക്ക് മുമ്പിൽ ക്രൂരനായവൻ, നിഷേധിയായ കാട്ടാളൻ. വിശേഷണങ്ങൾ ഏറെയുണ്ട് ദ്രൗപദി ഈ ജന്മത്തിൽ ഭീമന്. ഒരു പരാജിതന്റെ ശബ്ദം അങ്ങിൽ നിന്ന്. ദ്രൗപദി, യുദ്ധത്തിൽ ഭീമൻ അപരാജിതനാണ്. ജീവിതത്തിൽ എന്ത് നേടിയെന്ന് പാശ്ചാത്താപ വിവശമായ മനസ്സ് എന്നോട് ചോദിക്കുന്നു. ഈ മഹാഭാരത യുദ്ധം കൊണ്ട് എന്തു നേടി? അക്ഷോണികളും മതഗജങ്ങളും മത്സരങ്ങളും തകർന്ന മണ്ണടിഞ്ഞ രണഭൂമിയിൽ കഴുകന്മാരും കുറുനരികളും തിന്നു തീരാത്ത കബന്ധങ്ങൾക്കു മേലെ
കേബേരിയുടെ പാഞ്ചജന്യം മുഴക്കി പടുത്തുയർത്തിയ സിംഹാസനങ്ങൾ എത്ര നാൾ തകർന്നു വീഴാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? ഒന്നും കൊലവിളിച്ചും വെട്ടിപ്പിടിച്ച ഈ സിംഹാസനം അഴിഞ്ഞുലഞ്ഞ എൻ്റെ തലമുടിയിൽ, ഊർന്നുപോയ എൻ്റെ അംഗവസ്ത്രങ്ങളിൽ ഒരു മഹാദുരന്തമുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹസ്തിനപുരിയിലെ കള്ളച്ചൂതും ദാസ്യപ്പെട്ട് അബലയായ എൻ്റെ ചേലയിൽ ഒരു മഹാദുരന്തമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണ്ട, മറവിയുടെ വർണ്ണത്തിൽ നിന്നും ഒരു പുനർജനി. പാണ്ഡവർ തോറ്റേ പകിട 12. പാണ്ഡവർ തോറ്റേ, രാജ്യം പോയേ. പകിട 12. പകിട 12. It
ദുശാസന, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയുടെ ഉടുപുട വലിച്ചിഴക്കാൻ മാത്രം നീ വളർന്നോ? കാലഗതി പോകേണ്ട അവസരം അടുത്തിരിക്കുന്നു നിനക്ക്. വേണ്ട, ധർമ്മത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും ഞാൻ അനുവദിക്കുകയില്ല. ചൂതുകളിയിലെല്ലാം നഷ്ടപ്പെട്ട നമ്മളിപ്പോൾ നൂറ്റവരുടെ അടിമയാണ്. കേട്ടില്ലേ മൃഗോദര? ധർമ്മോപദേശം. പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും എന്റെ ഔദാര്യത്തിനു വേണ്ടി കാത്തുകിടക്കുന്ന അടിമകൾ. പാണ്ഡവകുലത്തിലെ രാജ്ഞി പാഞ്ചാലി എന്റെ അന്തഃപുരത്തിലെ ചന്ദനക്കട്ടിലും വെഞ്ചാമരവും നിനക്ക് സ്വന്തം. ധർമ്മനീതിനിഷ്ഠകളെ കള്ളച്ചൂതിൽ പരാജയപ്പെടുത്തിയ അധമ, നിന്റെ നാക്കരിയാൻ പാണ്ഡവകുലത്തിൽ ആരുമില്ലെന്നതാണ് എന്റെ ദുഃഖം. എന്റെ കൃഷ്ണ, അഗ്നികുണ്ഡത്തിലെ ഹവിസിൽ നിന്നും ജനിച്ചവളെ, കൃഷ്ണേ, നീ എന്തിനീ ദ്രോഹിയെ ഭയപ്പെടുന്നു? ജ്യേഷ്ഠനെ ധർമാധർമ്മങ്ങളുടെ പുരാവൃത്തം അറിയൂ. എനിക്കറിയുന്നത് യുദ്ധം മാത്രം. അധർമ്മത്തിലൂടെ ഇന്നുവരെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല. ജയിച്ചവരുടെ ആവശ്യം നാം അംഗീകരിക്കുക, അതാണ് ധർമ്മം. പറയൂ ദുര്യോധന, എന്തു ചെയ്യണം ഞാൻ? രാജ്യവും ചെങ്കോലും സിംഹാസനവും നഷ്ടപ്പെട്ട യുധിഷ്ഠിര, വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കർണനോടും മാതലിനോടും അച്ഛനോടും പിതാമഹനോടും ആചാര്യന്മാരോടും കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുവരെ കാത്തിരിക്കുക, ഒരറവ് മൃഗത്തിന്റെ വിഹലതയോടെ.
നിറഞ്ഞ സദസ്സിൽ വെച്ച് എല്ലാവരും നോക്കി നിൽക്കെ ഉടുവുടവയുടെ കുത്തഴിക്കാൻ ശ്രമിച്ച ദുശാസനനെ ആർപ്പുവിളികളോടെ എതിരേറ്റ കർണൻ, മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ ജയാരവം മുഴക്കിയ പ്രജകൾ, തുടയിൽ താളം പിടിച്ചാസ്വദിച്ച ദുര്യോധനൻ, അപമാനിതയായ എന്റെ സ്ത്രീത്വത്തിന് ഒരു വിലയുമില്ലേ ഇവിടെ? ജ്യേഷ്ഠൻ മാത്രമേ ദുർഗുണനായിട്ടുള്ളൂ. ഭീമാർജുനന്മാരുടെ കോപമടക്കാൻ കഴിയില്ല ഈ ഭൂമിക്ക് പോലും. നകുല സഹദേവന്മാരുടെ വാൾമുനക്ക് മുമ്പിൽ തികയില്ല കൗരവരുടെ തലകൾ. എടുത്തുയാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. നിനക്ക് ബുദ്ധിയില്ല, ശക്തിയേ ഉള്ളൂ. മൂട് സ്വർഗത്തിലിരിക്കുന്ന വിഡ്ഢിയായ പണ്ഡിത, ഓർക്കുക, നീ ഇപ്പോൾ രാജാവല്ല, വിധിന്യായം കാത്തുകിടക്കുന്ന വെറുമൊരു തടവ് പുള്ളി. എന്തിനീ കൊടുംചതി ഞങ്ങളോട് ചെയ്തു? രാജ്യവും സിംഹാസനവും കിരീടവും നഷ്ടപ്പെടുമ്പോൾ സ്വയം പിന്മാറി വനവാസത്തിന് പോകണമായിരുന്നു. വീണ്ടും വീണ്ടും അപഹാസ്യനായി എന്നെ പണയം വെക്കരുതായിരുന്നു. തെറ്റുപറ്റിപ്പോയി. അതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യണം ഞാൻ? ദുര്യോധനനോട് മാപ്പിരന്ന് ശിഷ്ടകാലം വിനീതദാസനായി ജീവിക്കാം ഞാൻ. അല്ലെങ്കിൽ മരവുരിയും വൽക്കവും ധരിച്ച് കാട് കയറാം. അല്ലെങ്കിൽ തപസ്സിരിക്കാം. ദ്രൗപദിയെയും നിങ്ങൾ 4 പേരെയും ദുര്യോധനൻ മോചിപ്പിക്കുമെങ്കിൽ. ഞാൻ ലജ്ജിക്കുന്നു അങ്ങയുടെ തത്വശാസ്ത്രങ്ങളെ ഓർത്ത്. പ്രജകളെയും മാതാവിനെയും ഭാര്യയെയും സഹോദരങ്ങളെയും സംരക്ഷിക്കേണ്ടത് മറന്ന് പന്തയച്ചൂതിൽ ആനന്ദം കണ്ടെത്തപ്പോൾ മറന്നത് ഭാരതീയ ദാർശനികതയാണ്. സ്ത്രീയെ ദേവതയായി കാണണമെന്ന ആര്യാവർത്തത്തിന്റെ ദാർശനികതയാണ്. പൂർവസൂരികളുടെ സംസ്കൃതിയെയാണ്. ഞങ്ങളെ വഞ്ചിച്ച് വീണ്ടും ധർണപുരാണമോതുന്നു. ഞാൻ ആരോടും വഞ്ചന കാട്ടിയിട്ടില്ല, ആരെയും ചതിച്ചിട്ടുമില്ല. അതിഥിയായി നാം ഇവിടേക്ക് വന്നു. ആദിത്യ മര്യാദയുടെ പേരിൽ ചൂതുകളിച്ചു. എത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? 5 പേരുടെ പത്നിയാണ് ഞാൻ. അങ്ങേക്ക് എന്ത് അധികാരം എന്നെ പണയം വെക്കാൻ? ചൂത് കളിക്കുന്നതുവരെ ഞാൻ രാജാവായിരുന്നു. പ്രജകളുടെയും രാജ്യത്തിൻ്റെയും പരമാധികാരം രാജാവിനാണ്. കർമ്മപഥം എന്താണെന്നറിയാത്ത പണ്ഡിത, ഇത് ചമ്പാപുരിയിലെ ഗണികയല്ല. നിങ്ങൾ അവിടുത്തെ ഇടനിലക്കാരനുമല്ല. ഭീമസേന, നിന്റെ തല മണ്ണിൽ കിടന്നുരുളും. പാണ്ഡവകുലത്തിനാകെ അപമാനം വരുത്തിയ യുധിഷ്ഠിര, നിനക്ക് മാപ്പില്ല. അരുത്. രക്തം രക്തത്തെ തിരിച്ചറിയാതെ കുലത്തിന് അപമാനം വരുത്തരുത്. ഒരു പ്രളയത്തിന് പോലും തടഞ്ഞു നിർത്താനാവില്ല നിങ്ങൾ 5 പേരും ഒരുമിച്ചാൽ. നീ ഉചിതമായ സമയത്ത് വന്നത് നന്നായി ദുശ്ശലെ. ഞാൻ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. പുറത്തു നിൽക്കുന്ന അർജുനനും നകുലനും സഹദേവനും ഈ കാഴ്ച കണ്ടാൽ ആരുടെ പക്ഷത്ത് നിൽക്കും? പക്ഷം ചേർന്ന് പരസ്പരം വെട്ടിമരിച്ചാൽ? കഥകൾ മെനയുന്നവർക്ക് പാടി നടക്കാം. ഗണികത്തെരുവുകളിൽ, ദാസ്യപ്പുരകളിൽ വർത്തമാനകാലത്തിന് ഘോഷിക്കാൻ ഒരു പുതിയ വേദാന്തം. വിവേകം വികാരത്തിനടിമപ്പെട്ടുപോയി. ഭീമസേന, അവിവേകിയായ എന്നോട് പൊറുക്കൂ. തെറ്റെന്റേതാണ്. പാടില്ലാത്തത് പറഞ്ഞു ചെയ്തു. തെറ്റിനെപ്പറ്റിയും ശരിയെപ്പറ്റിയും ചിന്തിക്കാനുള്ള സമയമല്ലിത്. അഴിയാക്കുരുക്കിൽ പെട്ടിരിക്കുകയാണ് നാം. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ചിന്തിക്കൂ. അന്തഃപുരങ്ങളിൽ എന്തൊക്കെയോ കുടിലതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അംഗരാജാവായ സൂതപുത്രൻ കർണനും അമ്മാവനായ ശകുനിയും ദുര്യോധനനും. രാജ്യനീതികളും ധർമ്മശാസ്ത്രങ്ങളും സർവോപരി ബന്ധങ്ങളുടെ ആഴവും പരപ്പുമറിയുന്ന പിതാമഹനും വിതുരരും ദ്രോണാചാര്യരും വലിയച്ഛനുമുള്ള ഒരു സദസ്സിൽ നല്ലതേ സംഭവിക്കൂ. വീണ്ടും ധർമാധർമ്മങ്ങളുടെ പുരാവർത്തം ചെയ്യുന്നു. വരണാവതത്തിൽ അരക്കില്ലത്തിലിട്ട് ചുടാൻ ശ്രമിച്ചു. ശകുനി എറിഞ്ഞ മായാക്കരുക്കളിൽ ഒരു ദുരന്തപർവമുണ്ടെന്നറിഞ്ഞു. എന്നിട്ടും മൗനിയെപ്പോലെ കണ്ണടച്ചിരുന്നില്ലേ ജ്ഞാനിയായ സത്യനിഷ്ഠാചാര്യൻ ഭീഷ്മർ? കുലാചാര്യനായ ദ്രോണരും വലിയച്ഛനും പിതാമഹനും നോക്കി നിൽക്കുകയായിരുന്നില്ലേ? ദുശ്ശലെ, ദുശാസനൻ എന്റെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് സഭാങ്കണത്തിലേക്ക് വലിച്ചിഴച്ചത്. വസ്ത്രം വലിച്ചിഴച്ചപ്പോൾ ആ രംഗത്തിന് മാപ്പ്. അച്ഛൻ മാത്രമേ അന്ധനായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അന്ധത നടിക്കുകയായിരുന്നു. 105 സഹോദരന്മാരുണ്ടായിരുന്നിട്ടും
ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഈ അനുജത്തിയോട് ക്ഷമിക്കൂ. ദുശ്ശളെ, നീ നന്മയുള്ളവളാണ്, കുരുവംശത്തിന്റെ നിറദീപമാണ്. നിന്റെ അലർച്ചയ്ക്ക് പഴയ മാറ്റൊലിയില്ല. നീ ഇപ്പോൾ വെറുമൊരു അടിമയാണ്. ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട വെറുമൊരു പടയ വസ്തു. ഞാൻ ഇവന്റെ മാറിട മടിച്ചു പൊളിക്കും. ധർമാധർമ്മങ്ങളുടെ തത്വശാസ്ത്രം മാറ്റിവെച്ച് അങ്ങ് ഉത്തരവേകിയാലും പണയത്തിലായ ഒരാളെങ്ങനെ ഉത്തരവിടും മൃഗോദര? ചോദിച്ചു നോക്ക് യുധിഷ്ഠിരനോട് ധർമ്മപുരാണത്തിന്റെ വ്യാഖ്യാനങ്ങൾ. സ്വയം പണയപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ പണയം വെക്കാനാവുമോ? കഴിയില്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ പിന്നെ ജ്യേഷ്ഠത്തി ഭരണകാര്യങ്ങൾ തീരുമാനിക്കാൻ ദുര്യോധനനുണ്ട്, അമ്മാവനായ ഞാനുണ്ട്. അതിനാൽ തന്നെ നിന്റെ ചോദ്യങ്ങളും അപ്രസക്തമാണ്. ദുര്യോധനനെ കോപാകുലനാക്കാതെ നീ കടന്നുപോ. എന്റെ സംശയങ്ങൾ ഞാൻ അച്ഛനോട് ചോദിക്കാം. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആചാര്യരോടോ പിതാമഹനോടോ ചോദിക്കാം. ഉത്തരം കിട്ടുന്നതുവരെ ദ്രുപദ രാജകുമാരി അടിമയല്ല. ഞാൻ കൊണ്ടുപോകുന്നു എന്റെ അന്തഃപുരത്തിലേക്ക് ഈ മഹാറാണിയെ. ചോദ്യങ്ങൾക്ക് ഉത്തരമേകാൻ കഴിയുന്നില്ലേ സുയോധന? ക്ഷത്രിയരോട് നീ അപഹാസ്യനാക്കി ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാരാജാവിനെ. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാരാജാവോ? കുന്തി മാതാവ് മന്ത്രാക്ഷരി ഉരുവിട്ട് ദിവ്യഗർഭം ധരിച്ചാൽ പാണ്ഡു മഹാരാജാവ് എങ്ങനെ നിങ്ങളുടെ പിതാവാകും? നിങ്ങളെങ്ങനെ രാജാവകാശികളാകും? യുധിഷ്ഠിരൻ എങ്ങനെ രാജാവാകും? ഏകപത്നി വ്രതമനുഷ്ഠിക്കുന്ന ഭാരതീയ തത്വസംഹിതകളിൽ ദ്രൗപദി എങ്ങനെ പതിവ്രതയാകും യുധിഷ്ഠിര? ദുര്യോധനനും നിന്റെ അനുജനല്ലേ? ദ്രൗപദിയെ അവനും മോഹിച്ചുപോയെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെടട്ടെ നാളെയത് ഒരു പുതിയ വേദാന്തമായി. ശകുനെ, നീ മരണത്തിന്റെ വൃതാമായ മുഖം ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്നു. സർവ്വതിനെയും ചുട്ടുകരിക്കാൻ കഴിയുന്ന അഗ്നിയിൽ നിന്നും ജനിച്ചവളാണ് ഈ കൃഷ്ണ. സുഖലോലുപതയിൽ അധർമ്മങ്ങൾ ചെയ്യുന്നവർ ആഘോഷിക്കട്ടെ, ആർത്ത് ചിരിക്കട്ടെ നാളത്തെ കണ്ണീരിനായി. നിർത്തൂ നിന്റെ പാഴ്വാക്കുകൾ. ഗോത്രാചാരം മറന്ന നിന്റെ ഭാര്യയെ എന്താണ് വിളിക്കേണ്ടത്? പട്ടമഹിഷിയെന്നോ രാജകുമാരിയെന്നോ? അതോ നിർത്തൂ. യുധിഷ്ഠിര, നീ എവിടെ? എവിടെ ദ്രൗപദി? ദുശ്ശലയുടെ അന്തഃപുരത്തിലുണ്ട്. അവളെ വിളിക്കിവിടേക്ക്. എവിടെ വൃഗോദരൻ? ഞാനിവിടെയുണ്ട്. ദുര്യോധന, നീ ചെയ്തത് ഒട്ടും ശരിയല്ല. നിന്റെ മാതുലിനെ കൂട്ടുപിടിച്ച് കള്ളച്ചൂത് കളിച്ചത് അധർമ്മമാണ്. ചൂതി എന്നത് ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കളിയാണ്. തോറ്റവർ തന്നെ. പറയുന്നതെന്തോ അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മഹാരാജാവേ, ദ്രൗപദിയുടെ പ്രണാമം. കണ്ടു കാണാൻ കഴിയാത്ത ഈ അന്ധന്റെ ദുഃഖം മോൾക്കറിയാമോന്ന് എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, ഇവിടെ ആരും പണയപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തുന്നു. തിരിച്ചു കൊടുക്കൂ ദുര്യോധന, പാണ്ഡവർക്ക് രാജ്യവും ധനവും. ഒരു ദുരന്തം ഒഴിവാക്കിയത് നന്ദി. ഗാന്ധാരി അമ്മയെയും പിതാമഹനെയും കാണാൻ. എന്തു ഭാവിച്ചാ ഈ കൽപ്പന പുറപ്പെടുവിച്ചത്? ഒരു മഹാദുരന്തത്തിന്റെ നേഴ്പാടുകൾ എന്നെ നോക്കി താണ്ഡവമാടുന്നു. ചുറ്റിലും കബന്ധങ്ങൾ കൊന്നുകൂടുന്നത് പോലെ മാംസദാഹികളായ ചെന്നായ്ക്കൾ കബന്ധങ്ങൾക്ക് മേലെ പാഞ്ഞെടുക്കുന്നു. അതെന്നെ വല്ലാതെ വേട്ടയാടുന്നു. അതിൽ നിന്നൊരു മോചനം
അതാണ് ഞാൻ ചെയ്തത്. എന്റെ സ്വപ്ന സാമ്രാജ്യമാണ് തകർന്നു വീണത്. സമ്പത്ത്, യശസ് എല്ലാം തകർന്നടിഞ്ഞു. നിന്റെ അച്ഛനെന്നും പാണ്ഡവപക്ഷത്തോടായിരുന്നു കൂറ്. അതെനിക്കറിയാം. അച്ഛൻ ഒന്നോർത്തോ, പാണ്ഡവരുടെ സമ്പത്തും സ്വത്തും ഞാൻ തിരിച്ചു കൊടുക്കില്ല. വാക്ക് കൊടുത്തുപോയി ഞാൻ ദ്രൗപദിക്ക്, പിതാമഹന്. മഹാരാജാവേ, വഴി ഈ ശകുനി കണ്ടെത്താം. ഒന്നുകൂടി ചൂതിന് വിളിക്കണം യുധിഷ്ഠിരനെ. രാജ്യമോ സമ്പത്തോ ദ്രൗപദിയോ പണയമായി വേണ്ട. തോറ്റവർ കൗരവരായാലും പാണ്ഡവരായാലും വനവാസം. യുധിഷ്ഠിരനത് സമ്മതിക്കും. കാരണം അയാൾ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. സുയോധന, ഒരു മഹായുദ്ധത്തിന്റെ ശംഖുനാദം ഞാൻ കേൾക്കുന്നു. ഭീമാർജുനന്മാരുടെ മരണതാണ്ഡവം എന്റെ മനസ്സിനെ താളം തെറ്റിക്കുന്നു. ദുരന്തത്തിന്റെ വാതായനങ്ങളിൽ വീണ്ടും ഒരു കള്ളച്ചൂത്. അച്ഛനെ വധിക്കേണ്ടി വന്നാലും ഞാൻ എന്റെ തീരുമാനം നടപ്പാക്കും. യാത്ര ചോദിക്കാൻ വന്നതാണ്. നല്ലത്. ഒരു വനവാസ പന്തയത്തിന് ചൂത് കളിക്കാം. വീണ്ടും ഒരു മോഹം ദുര്യോധനെ. ആഗ്രഹം അതാണെങ്കിൽ എനിക്ക് സമ്മതം. ഞാൻ ജയിക്കും ഭീമ. കൃഷ്ണേ, നീ ഓർത്ത് ചിരിച്ചോളൂ, സുയോധനന്റെ തോൽവി ഓർത്ത്. ആര് തോറ്റാലും 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും ആവർത്തനം. പകിട 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 12. പകിട 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 12. പകിട 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 12. ഞാൻ ജയിച്ചേ, പാണ്ഡവർ വീണ്ടും തോറ്റേ. ഞാൻ ജയിച്ചേ, പാണ്ഡവർ വീണ്ടും തോറ്റേ. വനവാസത്തിന് പോകാൻ തയ്യാറാവുക. യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല സഹദേവ, അഴിച്ചു മാറ്റൂ നിങ്ങളുടെ അംഗവസ്ത്രങ്ങൾ. ദ്രൗപദി, അഴിച്ചു മാറ്റൂ നിന്റെ വസ്ത്രങ്ങൾ. എന്റെ സ്ത്രീത്വത്തിന് മുറിവേൽപ്പിച്ച നിന്റെ വംശം മുച്ചൂട് മുടിയും. എന്റെ പാതിവൃത്യത്തിന്, എന്റെ തപശക്തിക്ക് സത്യമുണ്ടെങ്കിൽ എന്റെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ച് നഗ്നയാക്കാൻ ശ്രമിച്ച ദ്രാഷ്ട്രവംശത്തിന്റെ അവസാനത്തെ കണ്ണിയും നശിച്ചാലേ ഞാൻ ഈ മുടി വാരിക്കെട്ടു. ദുശാസനന്റെ മാറിടം അടച്ചു തകർത്ത് അതിൽ നിന്നൊഴുകുന്ന രക്തത്തിൽ കൈമുക്കിക്കൊണ്ട് കൃഷ്ണയെ ഞാൻ നിന്റെ മുടി വാരിക്കെട്ടും. കാൽത്തുടകൾ കാട്ടി സ്ത്രീവർഗത്തെ അപമാനിച്ച ദുര്യോധന, നിന്റെ കാൽത്തുടകൾ അടിച്ചു തകർത്ത് നിന്നെ ഞാൻ വധിക്കും. കുരുവംശത്തിന്റെ നാശത്തിന് ഹേതുവായ കുരുട, പ്രപഞ്ചശക്തിയെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, നിന്റെ 100 മക്കളെയും ഈ ഭീമൻ ഒറ്റക്ക് കൊന്നൊടുക്കും. നിർത്തു നരാധമ, നിന്റെ അധാർമികം. പിറവിയിലെ നിന്നെ വധിക്കാത്തതാണ് എന്റെ തെറ്റ്. പ്രപഞ്ചശക്തികള്, നിങ്ങൾ കാണുന്നുവോ വർത്തമാനകാലത്തിന്റെ നാൾവഴികൾ? അന്ധമായ എന്റെ മനസ്സിന്റെ ഇടനാഴികൾ മാറ്റില് കൊള്ളുന്നത് ഞാൻ അറിയുന്നു. രഥചക്രങ്ങളുടെയും ശരാവരങ്ങളുടെയും മുഴക്കം, മണ്ണിൽ തകർന്നടിയുന്ന ശിരസുകളിലെ ചോരപ്പാടുകൾ, തമസിന്റെ കായങ്ങളിലേക്ക് കത്തിയെരിയുന്ന യുദ്ധപ്പറമ്പിലെ ചിതാഗ്നി, ധർമാധർമ്മങ്ങളുടെ താളിയോല ലിഖിതത്തിൽ എവിടെ എഴുതി ചേർക്കും മക്കളെ ഞാൻ ഈ ദുരന്തം?
12 വർഷത്തെ അരണ്യകാണ്ഡം, 1 കൊല്ലത്തെ അജ്ഞാതവാസം, ധർമാധർമ്മങ്ങളുടെ വേദാന്ത ലിഖിതത്തിൽ വിഡ്ഢിയായ യുധിഷ്ഠിരൻ ഇരുന്നു വാങ്ങിയ ശിക്ഷ, ആ ദുരന്തങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ കൂടുതൽ അടുക്കുകയായിരുന്നു. എന്നിട്ടും നീ എന്നെ അവഗണിച്ചു. ഊഴം വരുമ്പോഴൊക്കെ മറുപടി നൽകാൻ ഞാൻ അശക്തയാണ്. ഉത്തരം തേടുന്തോറും നിരർത്ഥകമാകുന്ന സമസ്യയാണ് എൻ്റെ ജീവിതം. ഉത്തരം കണ്ടെത്താനല്ല കൃഷ്ണേ, മനസ്സിന്റെ വിങ്ങലുകൾ അറിയാതെ ചോദ്യശരങ്ങളായി പോകുന്നു. ഏത് നിമിഷവും കടന്നു വരുന്ന മരണത്തിനു വേണ്ടി തുറന്നിട്ട വാതായനങ്ങളിൽ ഞാൻ ഗതകാല സ്മരണകളെ സ്പർശിച്ചെന്നു മാത്രം. മഹാരാജാവേ, ഒരു മഹാദുരന്തത്തിൻ്റെ പടിവാതിക്കലാണ് ഹസ്തിനപുരി. അത് ഒഴിവാക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. നല്ലത് തന്നെ കൃഷ്ണ. നാളത്തെ പ്രഭാതം സമാധാനത്തിൻ്റെതാകട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് ചെയ്യേണ്ടത് ഇത്രമാത്രം: പാണ്ഡവർക്ക് 5 ദേശങ്ങൾ ഭരിക്കാൻ കൊടുക്കുക. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. പുതിയ തന്ത്രങ്ങളുമായി വീണ്ടും ഒരു ദൂത്. കൗരവരുടേതാണ് ഈ ഭൂമി. ഇവിടെ ഒരു സന്ധിയുടെയും ആവശ്യമില്ല. ശകുനി, രാജ്യകാര്യങ്ങൾ നോക്കാൻ ഇപ്പോൾ ഞാനുണ്ട്. കുടില തന്ത്രങ്ങൾ മെനഞ്ഞ് ഹസ്തിനപുരിയെ ഒരു ശവപ്പറമ്പാക്കരുത്. 5 ഗ്രാമങ്ങളെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കുക. ഒരു ദുരന്തം ഒഴിയുമെങ്കിൽ സമ്മതം. സൂചി കുത്താൻ പോലും പാണ്ഡവർക്കിടം കൊടുക്കില്ല. അച്ഛന് കണ്ണിന് മാത്രമല്ല, അച്ഛന്റെ മനസ്സിന് മന്ദതയാണ്. അതെ, എനിക്ക് അന്ധതയാണ്. ദുര്യോധന, നിന്റെ ജനന സമയത്ത് തന്നെ ദുർനിവൃത്തങ്ങളായിരുന്നു. പകൽ സമയത്ത് പോലും കുറുനരികളുടെ ഓരിടൽ. അന്നേ കൊല്ലേണ്ടതായിരുന്നു നിന്നെ. അത് ചെയ്യാത്തതാണ് എൻ്റെ തെറ്റ്. തീരുമാനം മാറ്റിയാൽ ആസന്നമായ ഒരു ദുരന്തം ഒഴിഞ്ഞുപോകും. യുവരാജാവേ, അങ്ങ് വിവേകത്തോടെ ചിന്തിക്കൂ. നിനക്കെന്നും കൂറ് പാണ്ഡവരോട്. ദുര്യോധനനും ഈ ശകുനിയുമുള്ളിടത്തോളം കാലം നിന്റെ ലീലാവിലാസങ്ങൾ നടക്കില്ല കൃഷ്ണ. ഒരു തരി മണ്ണ് പോലും കൊടുക്കില്ല പാണ്ഡവർക്ക്. ശകുനി, സൂര്യനെപ്പോലും മറക്കുന്ന ഘോരാന്ധകാരത്തിൻ്റെ ശവപ്പറമ്പിലേക്കാണ് നീ കുരുവംശത്തെ നയിക്കുന്നത്. തീജ്വാലകളുടെ താണ്ഡവമേറ്റ് നിനക്ക് അവനീപഥങ്ങളിൽ ഒരു കുഴിമാടത്തിനായി പോലും. നിർത്തൂ കൃഷ്ണ നിന്റെ വീമ്പ് പറച്ചൽ. പാണ്ഡവകുലത്തിന് സൂചി കുത്താൻ പോലും ഓർത്താൽ നന്ന്. അങ്ങനെയാണ് തീരുമാനം എങ്കിൽ ഞാൻ നിസ്സഹായൻ. സഹോദരങ്ങൾക്ക് മണ്ണിനു വേണ്ടി എങ്ങനെ പടവെട്ടി മരിക്കാമെന്ന ഒരു പുതിയ ഭാരതീയ സംസ്കൃതിക്ക് നന്ദി. നാളത്തെ സമാവർത്തനങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടാൻ പുതിയൊരധ്യായം. മഹാരാജാവേ, കൃഷ്ണന് വിട നൽകിയാലും ഒന്നോർക്കുക, സത്യമേ ജയിക്കൂ. ദൂതുമായി വന്ന് അങ്ങേ അപമാനിച്ചതിൽ ഞാൻ ദുഃഖിതനാണ് കൃഷ്ണ. പുസ്തകസ്നേഹത്താൽ ഞാൻ അന്ധനായിപ്പോയി. അച്ഛൻ എന്തിനാണ് ഭയപ്പെടുന്നത്? യുദ്ധം എന്നത് കാലഘട്ടങ്ങളുടെ അനിവാര്യതയാണ്. രാജാവെന്തിനാ യുദ്ധത്തെ പേടിക്കുന്നത്? നാം ജയിക്കും. ഭീഷ്മാചാര്യർ, കർണൻ, ധനുർവിദ്യയിൽ സമാനതകളില്ലാത്ത ദ്രോണർ, കൃപർ, ശല്യർ
യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നാം ജയിച്ചു കഴിഞ്ഞു. ശകുനി, നിന്റെ കുതന്ത്രങ്ങളും പൊങ്ങച്ചം പറച്ചിലുമാണ് ഈ ദുരന്തത്തിന് കാരണം. സുയോധന, ഒരു കൂട്ടക്കുരുതി ഒഴിവാക്കാൻ സമയം അതിക്രമിച്ചിട്ടില്ല. യുദ്ധം ഒന്നും നേടിത്തരില്ല ദുരന്തമല്ലാതെ. തിരിച്ചു വിളിക്കാം ഞാൻ കൃഷ്ണനെ. ഒരു സൂലത്തിന് വേണ്ടി ക്ഷമിക്കും അദ്ദേഹം. പാണ്ഡവരുടെ അളവറ്റ സ്വത്ത്, കൊട്ടാരം ഒക്കെ ഇന്നെന്റെ കൈകളിൽ ഭദ്രം. അത് വിട്ടുകൊടുക്കില്ല ഞാൻ. വിജയവാർത്തകൾ മാത്രം ശ്രവിക്കുക. വാർദ്ധക്യം കീഴടക്കിയ ഈ മനസ്സുകൊണ്ട്. അച്ഛാ, യുദ്ധശാസ്ത്രങ്ങളുടെ പ്രയാണം എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. യുദ്ധമെന്ന ഈ നരഹത്യ കൊണ്ട് നിങ്ങൾ എന്ത് നേടും? രക്തത്തെ രക്തം കൊണ്ട് എതിർക്കുന്ന തത്വശാസ്ത്രങ്ങൾക്ക് എന്ത് വില? കൊന്നും കൊലവിളിച്ചും നേടുന്നതൊക്കെ സ്വന്തമാണോ? തരിശായ കുറേ വന്ധ്യഭൂമികളും ആർത്തനാദങ്ങളുമല്ലേ യുദ്ധത്തിന്റെ ബാക്കി പത്രം? സ്ത്രീകൾക്ക് മനസ്സിലാകുന്നതല്ല ഭരണതന്ത്രവും യുദ്ധതന്ത്രവും. അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ജയം ജയൻ മാത്രമാണ് കൊല്ലുന്നവരുടെയും കൊല്ലപ്പെടുന്നവരുടെയും ആർജവം. ഒരാൾ വധിക്കപ്പെടുമ്പോൾ 10 പേരെ തിരിച്ചു കൊല്ലുക, അതാണ് യുദ്ധനീതി. രക്തക്കുതിയനായ ചെന്നായാണ് നീ. ബന്ധങ്ങളുടെ വിലയറിയാത്ത നപുംസകമേ, കടന്നുപോ നീ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛൻ വളരെ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. സമയം വൈകിയിട്ടില്ല. ദുരന്തം തടയാൻ ഇനിയും കഴിയും അച്ഛന്. പാണ്ഡവർക്ക് അർഹതപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുക. സ്വബോധം നഷ്ടപ്പെട്ടോ നിനക്ക്? ഓർമ്മയില്ലേ നിന്റെ ഭർത്താവായ ജയദ്രഥന്റെ ശിഖമുറിച്ച് ബന്ധനസ്ഥനാക്കി എന്റെ മുമ്പിൽ ദുഷ്ടനായ ഭീമൻ തള്ളിയത്? എന്നിട്ടും നീ പാണ്ഡവരെ? പാണ്ഡവരും എനിക്ക് സഹോദരന്മാർ. പിന്നെ എൻ്റെ ഭർത്താവ്. ജ്യേഷ്ഠന്മാരുടെ പത്നിയെ കാമാസക്തിയോടെ പിടിച്ചുകൊണ്ടുപോയ വീടൻ. ദുരന്തങ്ങൾ മാത്രം എനിക്ക് സമ്മാനിച്ചതാണോ ജയദ്രഥന്റെ മഹത്വം? താലിച്ചരട് പൊട്ടിച്ചെറിയണമെന്ന് തോന്നിയതാണ് പല പ്രാവശ്യം. പക്ഷേ കൗരവ വംശത്തിന്റെ അഭിമാനത്തെ ഓർത്ത്. ദ്രൗപദി ദ്രൗപദി പഞ്ചവർത്ത സംഗമത്താൽ ഗോത്രാചാരവും കുലമഹിമയും തകർത്തവൾ. സുയോധന, നിന്റെ വാക്കുകൾ നിന്റെ വംശത്തെ തന്നെ ഭസ്മീകരിക്കും. ഒന്നറിഞ്ഞാലും ഓരോ ജന്മത്തിനും നിയോഗങ്ങളുണ്ട്. ദ്രൗപദി നിത്യകന്യകയാണ്. പുത്രസ്നേഹത്താൽ അന്ധനായി പോയ ഒരു പിതാവാണ് ഞാൻ. നിന്റെ എല്ലാ തിന്മകൾക്കും കൂട്ടുനിന്ന നിസ്സഹായൻ. ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ. ശാന്തമായി ഒന്ന് ചിന്തിക്കൂ. 5 ഗ്രാമങ്ങൾ അതവർക്ക് കൊടുക്കൂ. കൃഷ്ണന്റെ അപേക്ഷയല്ലേ? പാണ്ഡവർക്ക് സൂചി കുത്താനിടം പോലും കൊടുക്കില്ല. ഇത് കൗരവഭൂമിയാണ്. തീരുമാനം അതാണെന്നെങ്കിൽ ദുഃഖത്തോടെ ഞാൻ വിട ചെല്ലുന്നു. ദുശ്ശളെ, പ്രാർത്ഥിക്കുക. സമാഗതമായിക്കൊണ്ടിരിക്കുന്ന ശപിക്കപ്പെട്ട ഘോര യുദ്ധത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ഞാൻ. കൽപ്പാന്തമായി വന്നണയുന്ന രക്തപ്പുഴയെയോർത്ത്, മരിച്ച് മണ്ണടിയുന്ന സഹോദരന്മാരെ ഓർത്ത്, തകർന്നടിയുന്ന പൂർവ്വസൂരികളുടെ സംസ്കൃതിയെയോർത്ത്. യുദ്ധം നിഴൽപ്പാടകലയായി. ഇനിയെങ്കിലും നിർത്തിക്കൂടെ പാണ്ഡവരെ പറ്റിയുള്ള മഹത്വം പറച്ചൽ? അനിവാര്യമായ ദുരന്തങ്ങളിലേക്ക് നടന്നടുക്കുകയാണ് നീ. എങ്കിലും നീ ആഞ്ഞടിക്കൂ. പ്രളയാന്ത്യത്തിലെ തിരമാലയെപ്പോലെ, ഹിമശൃംഗത്തിലെ കൊടുങ്കാറ്റ് പോലെ, ആകാശത്തിൽ വരുന്ന ബ്രഹ്മാസ്ത്രങ്ങളുടെയും ആഗ്നേയാസ്ത്രങ്ങളുടെയും തീമഴയിൽ വെന്തുരുകി ഊഷരയാകുന്ന കുരുക്ഷേത്ര യാഗഭൂമിയിൽ പണിതുയർത്തു സിംഹാസനങ്ങൾ, ശവക്കൂനകൾക്ക് മേലെ നീ. യുദ്ധകാഹളം മുഴങ്ങാൻ ഏറെയില്ല സമയം. പടപ്പുറപ്പാടിന് തയ്യാറാണല്ലോ. അശ്വരഥങ്ങളും തേരുകളും മതയാനകളും അസ്ത്രശസ്ത്ര വിദഗ്ധരും തയ്യാർ.
കാഹളം മുഴക്കുകയേ വേണ്ടൂ. എനിക്ക് ഭയം തോന്നുന്നു. ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും കൃപരെയും വെല്ലാൻ പാണ്ഡവപക്ഷത്തിന്. ഇനി എന്തിന് ഭയപ്പെടണം? എന്ത് കാര്യം? ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ വേണ്ടായിരുന്നു ഈ യുദ്ധമെന്ന്? ഈ പ്രഭാതത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഇടയിൽ ഇനിയൊരു ശംഖനാദം മാത്രം. കൃഷ്ണേ, അർജുനന്റെ ശരാവരങ്ങൾക്ക് മുമ്പിൽ ത്രിലോകങ്ങളും നിഷ്പ്രഭം. ഭീമന്റെ ശക്തിക്ക് മുമ്പിൽ കൗരവസേന ഛിന്നഭിന്നമാകും. സാരഥിയാണ് കൃഷ്ണൻ. കൗരവർ പേടിച്ച് ഓടിയൊളിക്കും മരണത്തിൽ നിന്ന്. ഒരു ദുഃഖം മാത്രമേയുള്ളൂ മനസ്സിൽ. സൂര്യരശ്മികളുടെ പ്രയാണത്തോടൊപ്പം രക്തദാഹികളായ അസ്ത്രങ്ങൾ ആരുടെയൊക്കെ തലകൾ കൊയ്തു വീഴ്ത്തും. ആരുടെയൊക്കെ വിലാപങ്ങൾ രഥചക്രങ്ങളുടെ ആരവങ്ങളിൽ ലയിച്ചില്ലാതാവും. ധർമ്മയുദ്ധമെന്നത് ഇത്രക്ക് പൈശാചികമാണോ? മനസ്സ് പറയുന്നു ധർമ്മം ജയിക്കുമെന്ന്. യുദ്ധത്തിൽ ധർമ്മമില്ല. ധർമ്മമുള്ളിടത്ത് യുദ്ധവുമില്ല. യുദ്ധം ജയിക്കാനുള്ളതാണ്. കൊന്നവരും കൊല്ലപ്പെട്ടവരും നിസ്സഹായർ, ഭാഗ്യനിർഭാഗ്യങ്ങളുടെ അതിഥികൾ. ഉത്കണ്ഠ കൊണ്ട് ചോദിക്കുകയാണ് ധർമ്മപക്ഷത്തെ യോദ്ധാക്കൾ. 7 അക്ഷൗണികൾ പാണ്ഡവപക്ഷത്തിന്. അർജുനന് തേരാളി കൃഷ്ണൻ, ശിഖണ്ഡി, ദൃഷ്ടദമ്യൻ, സ്വാത്യകി, അഭിമന്യു, പിന്നെ പഞ്ചപാണ്ഡവരും വിരാടരും. ഭീമ, എവിടെ നിന്റെ പുത്രൻ ഗഡോൽഗജൻ? മഹാരഥുക്കളെ പോലെ വളരാനും പകലിനെ രാത്രിയാക്കാനും കഴിവുള്ള ആ നിശാചരൻ. എന്നെ സ്മരിച്ചാൽ ആ നിമിഷം സമീപത്തുണ്ടാകുമെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ? അസന്നമായ മഹായുദ്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണം പിതാവേ? ഘടോൽഗജ, ഈ അമ്മയെ കൗരവർ അപമാനിച്ചു. അറിയാം, എല്ലാം. ഞാൻ എന്തു ചെയ്യണം അമ്മ കൽപ്പിച്ചാലും? മോനെ, പാണ്ഡവജാതനായ വീര, രാത്രി യുദ്ധത്തിൽ നിന്നെ ഈ തോൽപ്പിക്കാൻ ദേവഗണത്തിലോ അസുരഗണത്തിലോ മനുഷ്യഗണത്തിലോ ആരുമില്ല ജന്മം കൊണ്ടവരിൽ. നീ വേണം പടപ്പുറപ്പാടിന്റെ മുന്നണിയിൽ യുദ്ധപർവത്തിന് സാക്ഷിയായി. അമ്മേ, അശ്വരഥങ്ങളെയും കാലാൽ പടയെയും സംഹരിച്ചുകൊണ്ട് ഞാനുണ്ടാകും. ഹിമപർവ്വങ്ങൾ തകർന്നു വീണാലും സൂര്യചന്ദ്രന്മാർ പോയി മറിഞ്ഞാലും ഈ ഘടോൽഗജൻ അചഞ്ചലമായി പൊരുതും. മകനെ, നിന്റെ വാക്കുകൾ പാഴാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ സൂക്ഷിക്കണം. നിഷാദകുലത്തിലെ പ്രമുഖരെല്ലാം നിനക്കെതിരാണ്. അതിൻ്റെ കാരണവും അജ്ഞാതമാണ് എനിക്ക്. കാരണമറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അച്ഛന്. കുലാചാരത്തിന് ഭംഗം വരുത്തിയ ഹിഡുംബിയുടെ മകനാണ് ഞാൻ. നിഷാദ കുലത്തിലെ ജാരസന്തതി. കുലം മുഴുവൻ എതിർത്തോട്ടെ, എന്നാലും ഞാനുണ്ട്. ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ പോലും. നിന്റെ ഈ മനസ്സ് മഹാഭാരത യുദ്ധ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതും. രാത്രികാല യുദ്ധ ചരിത്രത്തിൽ നിന്റെ ശരാവരങ്ങളെ തടുക്കാൻ കർണന് പോലും കഴിയില്ല. തമസിന്റെ ഗർത്തങ്ങളിൽ നീ തൊടുത്തുവിടുന്ന അഗ്നിജാലകൾ കൊണ്ട് കൗരവ വംശം വിറങ്ങലിക്കും. പക്ഷേ അന്തിമ വിധി എന്തെന്ന്? കർണൻ എന്നെ വധിക്കുമായിരിക്കാം. അതാണ് നിയോഗമെങ്കിൽ ഏറ്റുവാങ്ങും ഞാൻ. സൂര്യൻ ഉദിച്ചുയർന്നു. യുദ്ധം തുടങ്ങാൻ വിനാഴികകൾ മാത്രം. ഇനി ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല. രഥചക്രങ്ങൾ ഉരുളട്ടെ, അക്ഷൗണികൾ നിരക്കട്ടെ. വർത്തമാനകാലത്തിന് പുതിയൊരു ചരിത്രാഖ്യായുമായി രണഭൂമിയിൽ കബന്ധങ്ങൾ നൃത്തമാടട്ടെ. മുഴക്കൂ കൃഷ്ണ പാഞ്ചജന്യം.
സഞ്ജയ, വരശുദ്ധിയാൽ നിനക്ക് പടനിലം കാണാം. ഒന്ന് വിശദീകരിക്കാമോ? മഹാരാജാവേ, 10 ദിവസത്തെ യുദ്ധത്തിനിടയിൽ അങ്ങയുടെ 40 മക്കളെ കൊന്നൊടുക്കി ഭീമൻ. ഘടോത്കചൻ സൂര്യചന്ദ്രന്മാരെ പോലും മറച്ച് തീമഴ സൃഷ്ടിക്കുന്നു. ദുരന്തങ്ങൾ മാത്രം കാണാൻ വിധിക്കപ്പെട്ടതാണ് എൻ്റെ ഈ കണ്ണുകൾ. ദുഃഖിക്കുന്നു ഞാൻ എൻ്റെ മക്കളുടെ വിയോഗത്തിൽ. ഇനിയൊന്നും ചെയ്യാനാവില്ല എനിക്ക്. ഒരു സന്തോഷ വാർത്ത പോലും തരാനില്ലേ സഞ്ജയ നിനക്ക്? ഒരു യുദ്ധവും കലാപവും സന്തോഷത്തിൻ്റെ വേദിയല്ല. ദുരന്തങ്ങൾ മാത്രമേ അതിന് സമ്മാനിക്കാനാവൂ. മഹാത്മാവേ, ഒരു ദുരന്തത്തിന് കൂടി ഇടം കൊടുക്കണം അങ്ങയുടെ മനസ്സിൽ. ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മപിതാമഹനെ ശരക്കൂമ്പാരത്തിന് മുകളിൽ കിടത്തി അർജുനൻ. എങ്കിലും ആശ്വസിക്കാം അങ്ങേക്ക്. ദ്രോണർ ശരാവങ്ങൾ കൊണ്ട് തീമഴ വർഷിക്കുകയാണ്. അപ്പോൾ ജയം കൗരവർക്ക് അകലേലെന്നർത്ഥം. ആ കാട്ടാള രൂപിയായ ഭീമനും അരൂപിയായ ഘടോത്കചനും ചത്തൊടുങ്ങിയാൽ ദുരന്തം അഗ്നികവാടം തീർത്ത് അങ്ങയുടെ മക്കൾ ചത്തൊടുങ്ങുമ്പോഴും പൊട്ടിച്ചിരിക്കൂ രാജാവേ അങ്ങ് അർജുനപുത്രൻ അഭിമന്യുവിന്റെ മരണത്തിൽ. വേണ്ട സഞ്ജയ, വേണ്ട. ഞാനെങ്ങനെ സന്തോഷിക്കും ആ കുഞ്ഞിന്റെ മരണത്തിൽ? എന്റെ മനസാക്ഷി എന്നെ തന്നെ ചോദ്യം ചെയ്യുന്നു. 6 മഹാരഥന്മാർ യുദ്ധനീതികളും ധർമ്മവും മറന്ന് ആ ബാലനെ നിഷ്കരണം വധിച്ചതാണോ കൗരവവംശത്തിന്റെ മനസാക്ഷി? മഹാരാജാവേ, ഒരു ദുരന്തം കൂടി ഞാൻ കാണുന്നു. ദ്രോണരും വധിക്കപ്പെട്ടു. അസംഭവ്യം, അസംഭവ്യം. യുധിഷ്ഠിരൻ കളവ് പറഞ്ഞു. അശ്വത്ഥാമാവ് മരിച്ചെന്നു. തേർത്തടത്തിൽ മയങ്ങിക്കിടന്ന ആചാര്യന്റെ ശിരസ് ദൃഷ്ടദ്യുമ്നൻ അറുത്തുമാറ്റി. യുധിഷ്ഠിരൻ കള്ളൻ, സത്യധർമ്മങ്ങളുടെ കാവൽക്കാരൻ പോലും. രാജാവേ, യുദ്ധം തന്ത്രമാണ്. സത്യധർമ്മങ്ങൾ യുദ്ധം ജയിക്കാനുള്ള മന്ത്രവുമല്ല. അത് വെറും വ്യാഖ്യാനമാണ്. ഭീമൻ ദുശാസനന്റെ മാറിടം പിളർന്ന് ചോര കുടിക്കുന്നു. നിർത്തു സഞ്ജയ, ദുരന്ത വിവർത്തനം. ദുരന്തപ്രയാണങ്ങളുടെ ഒരു സാക്ഷി മാത്രമാണ് ഞാൻ. ദുരന്തങ്ങളേറെയൊന്നുമില്ല ഇനി കാണാൻ ബാക്കി. ശല്യർ, കർണൻ, 100-ൽ 99 പേരും വധിക്കപ്പെട്ടു. ഒരാൾ മാത്രം ജീവനെ മോഹിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുയോധനൻ. വധിക്കാനായി ഭീമനും. ഉദകക്കിരയ്ക്ക് ഒരു ഉണ്ണി പോലും ഉണ്ടാവില്ല. മക്കൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരച്ഛനായി കൊട്ടിഘോഷിക്കപ്പെടട്ടെ നാളെ അങ്ങേക്കായി ഒരു പുതിയ ഭരതവാക്യം. മഹാരാജാവേ, പൊടിപടലങ്ങൾ കൊണ്ട് മറക്കപ്പെട്ട സമന്ത പഞ്ചക തീർത്ഥക്കരയിൽ ഞാൻ കാണുന്നു ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഘോരയുദ്ധം. ഒരലർച്ച കേൾക്കുന്നുണ്ട്. അതെ, ഭീമൻ സുയോധനന്റെ കാൽത്തുടകൾ അടിച്ചു തകർത്ത് തല ചവിട്ടി പൊളിക്കുകയാണ്. എന്റെ കാഴ്ചകൾ മങ്ങുകയാണ്. യുദ്ധയാഗഭൂമി എനിക്കന്യം. അങ്ങേക്ക് അവസാനത്തെ ഒരു ദുരന്തം കൂടി. സുയോധനനും. ഉദകക്രിയക്ക് ഒരു ഉണ്ണിയെപ്പോലും ബാക്കി വെക്കാത്ത വിധിയെ ശപിച്ച് കാലത്തിന്റെ കനൽപ്പുരയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട അന്ധനായ ഈ വയോവൃദ്ധൻ ഇനി എന്തു ചെയ്യണം? എനിക്കറിയില്ല. പക്ഷേ പ്രകൃതി പ്രപഞ്ചത്തെ ഭസ്മീകരിക്കാൻ തീമഴ വർഷിക്കുന്നു. 18 അക്ഷോണികളും തകർത്തടിഞ്ഞ 18 ദിവസത്തെ യുദ്ധത്തിൽ യാഗഭൂമിയായ കുരുക്ഷേത്രം ചിതപ്പറമ്പായി കത്തിയെരിയുന്നു. ചീഞ്ഞളിഞ്ഞ് കുന്നുകൂടിയ ശവശരീരങ്ങൾ കൊത്തിവലിച്ച് കഴിവന്മാരും കുറുനരികളും ആഘോഷിക്കുന്നു. ശവക്കുനികൾക്ക് മേലെ സിംഹാസനം പണിയാമെന്ന് വ്യാമോഹിച്ച കുരുവംശത്തിന്റെ ശിരോലിഖിതം പോലെ ശവപ്പറമ്പിന് കാവലായി കിടക്കുന്നു ഉത്തരായന പക്ഷം കാത്ത് ശരശയിൽ ഭീഷ്മപിതാമഹൻ. എഴുന്നേൽക്കൂ ദ്രൗപദി, നിന്റെ പ്രതിജ്ഞ നിറവേറ്റിയില്ലേ? അഴിഞ്ഞുരഞ്ഞ മുടി നീ വാരിക്കെട്ടി. നഷ്ടങ്ങളൊക്കെ എനിക്ക്. സ്വന്തം വാർദ്ധക്യത്തിൽ ഊന്നിവടിയാകേണ്ട മക്കളുടെ കത്തിയമർന്ന ചിതയിലെ ചാരക്കൂമ്പാരത്തിൽ തിരയുകയാണ് ഗാന്ധാരി. മക്കളുടെ മുഖം ശപിക്കരുത്.
പൊറുക്കൂ ഈ മകളോട്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. എങ്കിലും ഞാൻ ഭയപ്പെടുന്നു അങ്ങയുടെ വാർദ്ധക്യത്തെ. ഭയപ്പെടേണ്ട. എന്റെ വാർദ്ധക്യത്തിന് ശാപവചനങ്ങൾ അറിയില്ല. പുത്രദുഃഖത്താൽ നീറുന്ന എന്നെ കാണാൻ വന്നല്ലോ. സന്തോഷം മകനെ. ഭീമസേന, 100 മക്കളെയും കൊന്നൊടുക്കിയവനല്ലേ നീ? വരൂ, നിന്നെ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ. ഇല്ല, അങ്ങയുടെ ആശ്ലേഷണത്തിന്റെ പൊരുളറിയാൻ കഴിയാത്ത വിഡ്ഢിയല്ല ഞാൻ. യുദ്ധപ്പറമ്പിലെ ചിത കെട്ടടങ്ങി, എന്നിട്ടും അങ്ങയുടെ ഈ ഭാവം. പട്ടട കെട്ടടങ്ങിയാലും തീരില്ല കൃഷ്ണേ എന്റെ പക. യുദ്ധാലസ്യത്തിൽ ശിബിരങ്ങളിൽ തളർന്നുറങ്ങിയ പാണ്ഡവപക്ഷക്കാരെയും പാണ്ഡവ വംശത്തെയും അനന്തരാവകാശികളെയും രജനീയാമങ്ങളിൽ കൊന്നൊടുക്കി കത്തിച്ചു കളഞ്ഞ അശ്വത്ഥാമാവിനെയും കൃപരെയും കൃതാവർമ്മനെയും സംഹരിച്ചാലേ എന്റെ ഈ ഭാവം മാറും. ദ്രൗപദി, മക്കളും ഭർത്താവും വധിക്കപ്പെട്ട് തളർന്നു കിടപ്പുണ്ട്. ദുശ്ശള, അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. ഭീമ, ജയാരവം മുഴക്കി കുടിച്ച് മതോന്മത്തരായി കിടക്കുമ്പോൾ ഓർക്കണമായിരുന്നു പിന്നാലെ വരുന്ന ദുരന്തം. എന്റെ മംഗല്യ സൂക്തം പൊട്ടിച്ചു കളഞ്ഞല്ലോ ജ്യേഷ്ഠ. സൈന്ധവ രാജാവ് വിടനും നിഷ്ഠുരനുമാണ്. എന്നാലും എന്റെ ഭർത്താവല്ലേ. അർദ്ധപ്രാണനായെങ്കിലും വിട്ടുതരാമായിരുന്നില്ലേ മക്കളെയെങ്കിലും? അനുജത്തി, കൊന്നിട്ടില്ല ഞാൻ. ജയദ്രഥനെ പലപ്പോഴും തോന്നിയിരുന്നു കൊല്ലാൻ. പക്ഷേ ദുശ്ശളെ, നിന്റെ മുഖം ഓർക്കുമ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല. ന്യായീകരണങ്ങൾ ഉണ്ട് എല്ലാവർക്കും. പക്ഷേ നഷ്ടം എനിക്ക് സ്വന്തം. തിരിച്ചു കിട്ടാത്ത വിധത്തിൽ. ജ്യേഷ്ഠന് തിരിച്ചു കിട്ടി. രാജ്യം, സിംഹാസനം, സമ്പത്ത്. ഞാനോ ഭർത്താവും മക്കളും 100 സഹോദരന്മാരും നഷ്ടപ്പെട്ട നിരാലംബയായ ഒരു വിധവ. എത്ര നാൾ ഭരിക്കാനാവും ജ്യേഷ്ഠ പാപത്തിന്റെ കറപുരണ്ട ഈ കൈയുകൊണ്ട്? ക്ഷമിക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനി അതിന് യാതൊരു അർത്ഥവുമില്ല. എല്ലാ തെറ്റുകളും ഏറ്റെടുക്കാം. പാപം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വിഡ്ഢിയാണല്ലോ ഞാൻ. ഇനി എന്തു ചെയ്യണം? എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത് സ്വയം ഒരു ആത്മാഹൂതി. വേണ്ട. എന്റെ ദുഃഖങ്ങളും നൊമ്പരവും വേർപാടും എനിക്ക് സ്വന്തം. ശിഷ്ടകാല ജീവിതം ഇങ്ങനെയായതിന് വിധിയെ ശപിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഇരുട്ടറയിൽ നേരുന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് നന്മകൾ. യുധിഷ്ഠിര, എവിടെ അർജുനൻ? പുറത്തുണ്ട്, അങ്ങയെ ഭയന്ന്. സവ്യാജിക്കും ഭയമോ? പിതാമഹനെയും കർണനെയും വധിച്ച ധീരൻ ഈ കുരുടനെ എന്തിനു ഭയപ്പെടണം? ഇങ്ങോട്ട് വധിക്കാൻ വരുന്നവരെ എത്രയും പെട്ടെന്ന് വധിക്കുക. അത് ആചാര്യനെയായാലും കർണനെയായാലും. കർണന്റെ വധത്തെ ആഘോഷിച്ചിരുന്നു ഞാൻ. ഇന്നും മനസ്സുകൊണ്ട് ആഘോഷിക്കുകയാണ്. ആ അംഗരാജന്റെ മുഖത്തെ ബീഭത്സമോർത്ത്. കർണനെ വധിച്ചെന്ന് അഹങ്കരിക്കുന്ന പാണ്ഡുപുത്ര, കർണന്റെ മഹത്വം അറിയാമോ നിനക്ക്? കർണൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? അതിരഥൻ, ദൂതപുത്രൻ, ഈ യുദ്ധത്തിന് ദുര്യോധനെ പ്രേരിപ്പിച്ച നീചൻ. കർണൻ തന്ന ദാനമാ പഞ്ചപാണ്ഡവരുടെ ജീവൻ. സൂതപുത്രൻ പോലും. ഇനിയുമുണ്ടോ വിശേഷണങ്ങൾ പാണ്ഡവോക്ഷത്തിന് കർണൻ നൽകാൻ ബാക്കി? കർണന്റെ ചിതാഭസ്മം തിരഞ്ഞു പിടിച്ച് പുണ്യനദിയിൽ അർപ്പിച്ച് തർപ്പണം ചെയ്യും പാണ്ഡവരഞ്ചു പേരും. ജന്മശത്രുവിന്റെ ചിതാഭസ്മം നിവഞ്ജനം ചെയ്യലല്ല പാണ്ഡവകുലത്തിന്റെ ജോലി. ഓ, പിണ്ടമൂട്ടാൻ അവകാശികളില്ലല്ലോ നൂറ്റവരിൽ. എല്ലാം ചത്തൊടുങ്ങിയില്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ കഥകളൊക്കെ പിറവിയെപ്പറ്റി? മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാലല്ലേ അർത്ഥം ഗ്രഹിക്കാനാവൂ. ഒരു പഴങ്കഥയാ. ഒരു പക്ഷേ കുന്തിദേവി മനഃപൂർവ്വം മറന്നതാകാം. കർണൻ അധീരഥനല്ല, പാണ്ഡവനാണ്. സൂര്യനെ കാമിച്ച് ദിവ്യഗർഭം ധരിച്ച കുന്തിയുടെ മൂത്തപുത്രൻ. വധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പാണ്ഡവകുലത്തിന്റെ രാജാവ് കർണനാകുമായിരുന്നു. വാർദ്ധക്യം അങ്ങയുടെ സമനിലയെ. ഭീമ,
വംശത്തിന്റെ മുറിപ്പാടുകൾ ജീവിതത്തിലുടനീളം നിങ്ങളെ വേട്ടയാണ്. കുരുവംശത്തിന്റെ അലമുറയിട്ട് കരയുന്ന വിധവകളെ ഉള്ളുവെങ്കിലും അവരുടെ ശാപം അഗ്നി പോലെ നിങ്ങളെ ത്രസിച്ചുകൊണ്ടിരിക്കും. നഷ്ടപ്പെട്ടവർക്ക് ദുഃഖവും കണ്ണീരും ബാക്കി. നേടിയവർ ഭരിക്കട്ടെ. അഗ്നിജാലകൾക്ക് മേലെ സിംഹാസനമിട്ട്. വേണ്ട എനിക്കൊരു സിംഹാസനം, അങ്ങ് ഭരിച്ചോളൂ. ഞങ്ങൾ വെറും പ്രജകൾ. വാർദ്ധക്യവും ദുരന്തവും ഒക്കെ കീഴ്പ്പെടുത്തി നിങ്ങളുടെ ദയാദാക്ഷിണം എനിക്ക് വേണ്ട. ഇനി ശാന്തിയാണ് ആവശ്യം. അതിന് വാനപ്രസ്ഥം. എന്തു വിഡ്ഢിത്വവും പുലമ്പാം ജ്യേഷ്ഠനെ. ഈ അന്തന്റെ 100 മക്കളെയും കൊന്നൊടുക്കി ഞാൻ നേടിയതാണ് ഈ ഭൂമി. വീണ്ടും അത് ഈ അന്തന്റെ മുമ്പിൽ കാഴ്ചവെക്കേണ്ടി വന്നാൽ എന്റെ കഥ ഒരിക്കൽ കൂടി ഗർജിക്കും. മൃഗോദര, ഇറങ്ങിപ്പോ നീ. കത്തിത്തീരാത്ത ശവക്കൂനകൾക്കിടയിലൂടെ ഉത്തരായന പക്ഷം നോക്കി അഗ്നിമലകൾക്ക് കാവൽ കിടക്കുന്ന വയോവൃദ്ധന്റെ ശയനത്തിനരികിലൂടെ പ്രദക്ഷിണം വെക്ക്. എന്നിട്ട് പടുത്തുയർത്തോ പുതിയൊരു ഇതിഹാസം. കൃഷ്ണേ, എന്റെ കാലുകൾ ഇടറുന്നു, മനസ്സ് ചഞ്ചലമാവുന്നു. ഒരുപക്ഷേ വേട്ടയാടപ്പെട്ട മനസ്സിന്റെ വേദോന്നലായിരിക്കാം. ഈ ഉയരങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് നോക്കുമ്പോൾ പിന്നിട്ട പന്താവുകൾ ശൂന്യം. എന്തു നേടി കുരുവംശം ഈ മഹാദുരന്തം കൊണ്ട്? എന്റെ ദൗർബല്യങ്ങൾക്ക് വേണ്ടി അങ്ങ് പലതും വെട്ടിപ്പിടിച്ചു, കൊന്നൊടുക്കി. അങ്ങായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാൻ മരണം കയറി വരുന്ന ഈ പടവ് വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്റെ വിധിയെന്നും അങ്ങനെയായിരുന്നു. ഒരു പകരക്കാരന്റെ ഔചിത്യബോധത്തോടെ യുഗത്തിന് കാവലിരിക്കുക. മനസാക്ഷി എന്നോട് ചോദിക്കുന്നു, 13 വർഷം 2ാം മൂഴക്കാരനായിരുന്നുവല്ലോ മൃഗോദരാ നീ. 100 സഹോദരന്മാരെ കൊന്നൊടുക്കിയതല്ലേ? നിസ്സംഗതനായ എന്റെ മുഖത്ത് നോക്കി കാലം കൊട്ടിഘോഷിക്കട്ടെ. പെണ്ണു നിമിത്തം മണ്ണിനു വേണ്ടി മനുഷ്യക്കുരുതി നടത്തിയ നീചനാണ് ഭീമനെന്ന്. കാതരയായ മിഴികളാൽ നമ്മെ പ്രേമപുരസരം തലോടിയ നക്ഷത്രങ്ങളും അമ്പിളിക്കലയും പോയി മറഞ്ഞു. അമ്പരഭിത്തിയിൽ കരിമേഘങ്ങൾ താണ്ഡവമാടുന്നു. ഹിമക്കാറ്റിന്റെ ചൂളം വിളിയിൽ ചക്രവാളങ്ങൾ പോയി മറയുന്നു. സൗഗന്ധിക പൂക്കളുടെ മാസ്മരിക ഗന്ധം നിലച്ചതുപോലെ, സ്പന്ദമാവിനികൾ നിശ്ചലമാവുന്നതുപോലെ ശാന്തമായി മരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? കൃഷ്ണേ, നീ ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഈ ഭീമന് പൂർണ്ണതയില്ല. കൗന്ദേയ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുനർജനിക്കാം. സരസ്വതീ തീരത്തെ മണൽപ്പരപ്പിൽ മാനസ സരസിന്റെ തീർത്ഥങ്ങളിൽ നമുക്കൊന്നായി അലിഞ്ഞു ചേരാം. ഞാനുണ്ടാകും. സ്വസ്തി, സ്വസ്തി. എല്ലാ ദുരന്തങ്ങളെയും പാപഭാരങ്ങളെയും കഴുകിക്കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ് പ്രളയം. എല്ലാ പാപഭാരങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് കൽപ്പാന്തത്തിന്റെ ഗുഹാഗർത്തം തേടി ഞാൻ വിശ്വരൂപത്തിലേക്ക് നടന്നെടുക്കട്ടെ. മരണത്തിന്റെ മോഹവലയത്തിലേക്ക്. അശ്വത്ഥാമാവിന്റെ കൊലച്ചിരിക്കുമപ്പുറം സപ്തഋഷികളുടെ ഹോമകുണ്ഡം തേടി പുതിയൊരു ഇതിഹാസത്തിനായി.